അരിയും സാധനം ഇപ്പൊ അരി തന്നെ പലയിടത്തുനിന്ന് വന്നിട്ട് ഒരു വെള്ളത്തിലിട്ട് എത്രയോ മണിക്കൂർ തിളച്ച് ഒരു മിനിറ്റ് ആ വേവിന്റെ പാകം എന്ന് പറയുന്ന ഒരൊറ്റ മിനിറ്റ് മാറിയാൽ ചിലപ്പം ഇച്ചിരി ഒന്ന് വെന്ത് കുഴയും. ആ ഒരു കൃത്യസമയത്ത് ഊറ്റിയെടുത്ത് കൃത്യം വെള്ളം വാർന്നു പോകുന്ന രീതി വെച്ചാലാണ് ഈ ചോറ് പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ചോറിനൊരു പാകമുണ്ട്. ചൂട് കൃത്യമായിരിക്കണം, ഒരുപാട് ഓവർ കുക്ക് ആവരുത്, എന്നാൽ വേവ് കുറയാൻ പാടില്ല. ഞാൻ കറികൾ പിന്നെയും കോംപ്ലക്സ് ആണ്. ഒരു സാമ്പാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓ സാമ്പാർ ശരിയായില്ല. ഈ കല്യാണത്തിനൊക്കെ ലിറ്റർ കണക്ക് 1000 ലിറ്ററൊക്കെ സാമ്പാർ ഇത്രയും പരിപ്പ് ആദ്യം വേവിച്ച് മാറ്റി കഷ്ണങ്ങളൊക്കെ ഓരോന്നും ഉടയാതെ അതിൻ്റെതായ സമയത്തിടണം. ഇപ്പം തടിയങ്ക അല്ലെങ്കിൽ ഭയങ്കര ഏറ്റവും അധികം വേവുള്ള മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് അതിനുശേഷം വെണ്ടയ്ക്ക ഇടുന്നൊരു സമയമുണ്ട്, വഴുതനങ്ങ ഇടുന്നൊരു സമയമുണ്ട്, പച്ചമുളക് ഇടേണ്ട ഒരു സമയമുണ്ട്. കാരണം ഇതെല്ലാം വിസിബിൾ ആയിരിക്കണം. ഒരു പ്രൊഫഷണൽ ഷെഫായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ സാമ്പാർ എന്ന് പറഞ്ഞ് കുഴഞ്ഞു നിൽക്കാൻ പാടില്ലല്ലോ, കഷ്ണങ്ങളൊക്കെ കാണേണ്ടത് കാണണം. അപ്പം അതിനൊക്കെ കൃത്യമായ വേവും സമയവും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് പാലിച്ചാണ് ഇവർ ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊരു പിഴവൊക്കെ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോലും ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കൊള്ളില്ല എന്നങ്ങ് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കും. അപ്പോൾ ആഹാരം ഉണ്ടാക്കി ഒരു കുറ്റം വരിക എന്നൊക്കെ പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. എത്ര പ്രൊഫഷണൽ ട്രെയിൻ ഷെഫായാലും ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അന്നത്തെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെയുള്ള ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് തെറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറവുകൾ വരുത്താതിരിക്കാനാണ് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 30 വർഷമായിട്ട് പല ലോകത്തുള്ള നല്ല നല്ല ഷെഫ്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല നല്ല കിച്ചണിൽ കാണാൻ പറ്റി, നല്ല ഹോട്ടൽസ് കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരുപാട് ട്രാവൽ ചെയ്ത് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും നോളജിലും ഇതൊക്കെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് പഠിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു എന്നാണ് ഏറ്റവും. അതായത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ അമ്മമാർ വെച്ച് നമ്മൾ അതെ, ഭക്ഷണം കൊള്ളില്ല എന്ന് കുറ്റം പറയുന്ന മക്കൾ, നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെയാണ് കൈകൂപ്പേണ്ടത് അല്ലേ? 100%. അമ്മമാരെയും വൈഫുമാരെയും മക്കളെയും പെൺമക്കളെയും ഒരു സ്ഥലത്തുനിന്ന് പോയി അടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺമക്കൾ അല്ലേ? അതാണ്. അവിടെ ഫുഡ് വെച്ച് കൊടുക്കണം. നമ്മുടെ വൈഫ് നമ്മളൊക്കെ വരുമ്പോൾ കാത്തിരുന്ന് ഫുഡ് തരുന്നു അല്ലേ? അവരിപ്പോൾ പറഞ്ഞു ഓരോ സാമ്പാറിൻ്റെ വെണ്ടയ്ക്ക ഇടേണ്ട സമയം, പച്ചമുളക് ഇടേണ്ട സമയം, തക്കാളി ഇടേണ്ട സമയം, ഒരു സമയമാണ് വരും. ഇവരിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോയി കഴിക്കുമ്പോൾ അതിന് രുചിയില്ല എന്ന് സ്വന്തം പറയും. ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദന. മിക്കവാറും ഇപ്പൊ ഈ ഒരു ഒറ്റ കാര്യത്തിൽ കേരളത്തിലെ ഒരു വീട്ടമ്മ, ഒരു നോർമൽ ഒരു കുടുംബം, ഭർത്താവ്, 2 കുട്ടികളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ, ഒരു അമ്മയുടെ ചിന്ത രാത്രി 9 മണിക്ക് അവർ ഉറങ്ങുമ്പോൾ ഇന്നത്തെ നാളത്തെ ദോശമാവ് പുളിക്കുവോ എന്ന ചിന്തയോടായിരിക്കും അവർ കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പം നമ്മളൊരു ഷെഫ് എന്ന നിലയിൽ അറിയാൻ പറ്റും. ഇതൊന്നും ആ വീട്ടുകാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഒരു രാവിലെ ദോശയാണോ അല്ലെങ്കിൽ ഇനി ഇഡ്ഡലിക്ക് മാവ് അല്ല അപ്പത്തിന് മാവ് അരച്ചിട്ട് അത് രാത്രി കൃത്യമായിട്ട് അടച്ചു വെച്ച് അതിനകത്ത് കപ്പി കാച്ചിയോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുളിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചിന്ത. രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൃത്യമായിട്ട് വരില്ല. അല്ലെ തേങ്ങ തിരിങ്ങി ഒരു ചമ്മന്തി അരയ്ക്കണം, അല്ലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ, അല്ലെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടോ, വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ചും ഉണ്ടാക്കി പിന്നെ വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ജോലി ഉള്ളുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു പിഴവെന്ന് പറയുന്നത് തീർച്ചയാണ്. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറ്റം ഒന്ന് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇത്തിരി എരിവ് കൂടിയാലോ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കി എപ്പോഴും കുറ്റമൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അതൊക്കെ അതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആരുണ്ടാക്കിയാലും. അപ്പോൾ നമ്മൾ തിരിച്ച് ചിലരൊക്കെ പറയും ഞാൻ ഉണ്ടാക്കുന്ന കറി അടിപൊളിയാണ്. അവർ പക്ഷേ വല്ലപ്പോഴും അതെ ഒരിക്കൽ അതെ അതെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ നല്ല മൂഡുള്ളപ്പം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലതായിട്ട് വരും. ഭയങ്കര ടെൻസും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം നന്നാവില്ല. അപ്പോൾ നമ്മളൊരു ആണുങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് എന്താ, ഇന്ന് ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ ഞായറാഴ്ച വന്നു, ശരി എങ്കിൽ ഇന്നൊരു സംഭവം ചെയ്യാം, ഒരു 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് പുള്ളിയുടെ സെറ്റപ്പിൽ ഒരു 4-5 പേര് മക്കളും ഭാര്യയൊക്കെ എല്ലാ അസിസ്റ്റന്റ്മാരായിട്ട് കൂടെ നിന്നിട്ട് പുള്ളി ചിലപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കും. അത് വെച്ചൊരിക്കലും കമ്പയർ. നിങ്ങളൊരു ഒരു 3 മീല് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക ഒരു 7 ദിവസം, അപ്പം മനസ്സിലാവും. അതായത് ഒരാൾക്ക് ഒരു ആവറേജ് ഒരു 21 മീലുണ്ടാവും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് വെച്ചാൽ 7 ദിവസം കഴിക്കുകയാണെങ്കിൽ 21 മീല്. ഇത് 21 മീൽ ഇവരാണ് ഉണ്ടാക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ബ്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കണം, അതിലൊരു കറി ആയാലും, രാത്രി ചോറ് തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രി നേരിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണോ, വൈകിട്ട് ചായ, ടീ, സ്നാക്സ് എക്സ്ട്രാ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ 1 ഓഫ് ടൈമിലൊക്കെ കുക്ക് ചെയ്തിട്ട് എനിക്ക് നമ്മുടെ കറിയാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പക്ഷേ അത് വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഒരിക്കലും ഇല്ല. അത് എല്ലാവരും കൂടെ
ഇപ്പോൾ എന്ത് കുക്കിങ്ങും ഒരുമിച്ചൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിലൊരു സ്ത്രീകൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ഇത് അവരുടെ 100% ഡ്യൂട്ടി എന്ന നിലയിലൊക്കെ വിടും. അങ്ങനെ മാറിയിരിക്കുന്നു അല്ലേ അതെ, നമ്മുടെ കുടുംബ പക്ഷെ ഒത്തിരിയൊക്കെ മാറ്റമുണ്ട് ഇപ്പൊ. മാറ്റം വന്നിട്ടുണ്ട്. അപ്പം പുരുഷന്മാർ കൃത്യമായിട്ട് ഈ ഷെഫ് പറയുന്നത് കൃത്യമാണ്. നമുക്കെന്നും ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹത്തോടാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും വെക്കുന്ന ഫുഡിന് ഒരു കുറ്റവും പറയാതെ നമ്മൾ കഴിക്കുക. അവർ രാത്രി ഉറങ്ങുമ്പോഴുള്ള കാര്യം പറയാം. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ അവർ രാവിലത്തെ ഫുഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സത്യമാണ്. രാവിലെ അവർക്ക് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഏറ്റവും ആദ്യം പോയി പാത്രമൊക്കെ കഴുകി വെക്കണോ, അല്ലെങ്കിൽ മുറ്റം തൂക്കണോ, അല്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിടുന്നതിന് മുമ്പ് അവർക്ക് പ്രഭാത ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ രാത്രി ചെയ്ത് വെച്ചിട്ട് അത് ആ മൈൻഡിൽ നിന്ന് പോകണമെങ്കിൽ ഉറങ്ങുന്നവരെ ആ ചിന്തയുണ്ടാവും. കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ കുറെ പേർക്ക് വെച്ച് വിളമ്പി അല്ലേ, മനസ്സിന് സംതൃപ്തി കിട്ടി. ഏറ്റവും ആദ്യം ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്നത് ഒന്ന് ഓർത്തെടുത്താൽ ഏറ്റവും ആദ്യം കൊടുത്ത് ചിത്ര ചേച്ചി. അത് 95-ലാണെന്ന് തോന്നുന്നു, കോഴിക്കോട്. അപ്പോൾ അന്ന് ഒരു പ്രോഗ്രാമിന് എന്തോ ഒരു പ്രോഗ്രാമിന് കോഴിക്കോട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ചിത്ര ചേച്ചിയുടെ ടേബിൾ ബുക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ചിത്ര ചേച്ചിയെ പിന്നെ ഒത്തിരി വർഷങ്ങൾ ശേഷം ഞാൻ കണ്ടിട്ട് പറഞ്ഞു, 95-ല് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് ഭയങ്കര, ഞാൻ ഈ റാവിസിൽ വെച്ചിട്ടാണ് കൊടുത്തത്, സദ്യ ഉണ്ടാക്കി കൊടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ 95-ലും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മയിലുള്ള സെലിബ്രിറ്റി അതായിരുന്നു. അന്ന് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചിയെ കണ്ടല്ലോ. ചിത്ര ചേച്ചിയും ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. ആ ഫുഡ് കഴിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ടിപ്സ് ഒക്കെ തന്നിട്ടാ പോയത്. അതെ, അന്ന് ടിപ്സ് ഒക്കെ തന്നു. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആയിരുന്നു ബില്ല് പേ ചെയ്ത്. എന്നിട്ട് ടിപ്സ് തന്നു. 100 രൂപ എങ്ങനെ തന്നു. ആ ടൈമിൽ 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ വിലയാണ്. ഇത് 95-ലത്തെ കാലമാണ്. പിന്നീടുള്ള ഒരു ഓർമ്മയിലെടുക്കാൻ നമുക്ക് കുറച്ച് താരങ്ങളുടെ അടുത്തേക്ക് പോയാൽ കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ലണ്ടനിൽ തിരിച്ചിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒത്തിരി. ഇനി ആർക്കെങ്കിലും വെച്ച് വിളമ്പാനുണ്ടോ? വെച്ച് വിളമ്പാനുണ്ട്. ഒത്തിരി ആഗ്രഹമുള്ള ആരാണ്? ആഗ്രഹമുള്ള ഇപ്പൊ മലയാള സിനിമയിലാണെന്ന് വെച്ചാൽ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ഭയങ്കര സൗഹൃദമാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും. പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കാണാം. എന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ പുള്ളി ഇതുവരെ കണ്ട് അവാർഡും കിട്ടി. അവാർഡിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് ഫുഡ് കൊടുക്കണം അല്ലെ? അത് കൃത്യമാണ്. അവാർഡിന്റെ സന്തോഷത്തിൽ ഷെഫിലേക്ക് ചാക്കോച്ചനൊരു ഫുഡ് തന്നെ ഒന്നാണ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ നമ്മളിവിടെ ഇതേപോലെ നേരിട്ട് കാണാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ചാക്കോച്ചന്റെ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മളും കാണുന്നതാണ്. നമുക്ക് ആഗ്രഹമാണ് അല്ലെ? അതെ, ചാക്കോച്ചൻ ഒന്ന് ഫുഡ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെ? അതെ, ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മലയാളം ഒത്തിരി ഇനിയും ബാക്കി ഒരുമാതിരിപ്പെട്ടവരൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ബിഗ് ആയിട്ടുള്ള എല്ലാ ലാലേട്ടനും മമ്മൂക്കയും പൃഥ്വിരാജും ആസിഫ് അലി ഇവരൊക്കെ ആയിട്ടെല്ലാം. ലാലേട്ടൻ നല്ല കുക്കാണ്. അയ്യോ, ലാലേട്ടൻ സമയം കിട്ടുമ്പോൾ കുക്ക് ചെയ്യുന്ന, ലാലേട്ടൻ സമയം കിട്ടുമ്പോഴല്ല, അദ്ദേഹം സമയം ഉണ്ടാക്കി കുക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാലറിക്കകത്ത് നമ്മൾ ഇടയ്ക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മൊത്തം ഫുഡ് പിക്ചേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മീറ്റിന്റെ ഒക്കെ പിക്ചറൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വഗ്യു അതൊക്കെ ശരിക്കും അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഫുഡ് നോളജ്. എന്നെ ലാസ്റ്റ് കണ്ടപ്പം ഓരോരോ പ്രൈം കട്ട് മീറ്റിന്റെ ഒക്കെ ഇത്ര, എന്നിട്ട് അതിന്റെ മാർബിൾ ഇത്ര, ഇത് ഇത്ര. മാർബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീറ്റിന്റെ ഫാറ്റ് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട്. ഈ വഗ്യു എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് കട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തർ ലാലേട്ടന് ഗിഫ്റ്റായിട്ടൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ആംഗസിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ മീറ്റൊക്കെ ഏറ്റവും പ്രൈം കട്ട് മീറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ഗിഫ്റ്റ്. നമ്മൾ സാധാരണ വേറെയൊക്കെ അല്ലേ ഗിഫ്റ്റ്. അദ്ദേഹത്തിന് അറിയാവുന്നവരൊക്കെ ഈ ഫുഡിന്റെ ക്രേസും ഇതിനെക്കുറിച്ച് നോളജ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഫോണ് മൊത്തം പുള്ളി കുക്ക് ചെയ്യുന്നപ്പോൾ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ലാലേട്ട ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാതെ, ഇതൊക്കെ വൈറലിന്റെ അങ്ങേയറ്റം പോകും. പുള്ളി കുക്ക് ചെയ്യുന്നതും ഫ്ലാംബേ വരുന്നതൊക്കെ അതിനകത്തിരിക്കുകയാണ്. ഇല്ല, ഇതൊക്കെ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ്സിനാണ് ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്ക് അത് ആരെങ്കിലും ഇടുന്നതാണ്, അദ്ദേഹം ഇടുന്നതല്ല. അവരൊക്കെ ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ അവര് ഷൂട്ട് ചെയ്യുന്നത്, അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് ഇതേപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെമ്മറി ആയിട്ട് അതിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കിച്ചണിൽ ഇല്ലാത്ത എല്ലാ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. കോമ്പിനേഷൻ ഓവൻ, കോമ്പി ഓവൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു വലിയ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് അല്ല, ആ ഒരു ലെവൽ ഓഫ് റെസ്റ്റോറൻറ്റ്സിലാണ് അങ്ങനെയൊക്കെയുള്ള കുക്കിംഗ് വേണ്ടത്. ഒരു വീട്ടിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് നമുക്ക് ഗ്രില്ല് ചെയ്യാം, സ്റ്റീം ചെയ്യാം, അല്ലെ ഗ്രില്ലും സ്റ്റീമും കൂടെ ഒരുമിച്ച് ചെയ്യാം. റാഷണൽ എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓവനാണ്. അതിൻ്റെ ഹോം വേർഷൻ പാക്കോ ജെറ്റ്, പിന്നെ തെർമോമിക്സ് എന്ന് പറയുന്നൊരു ബ്ലെൻഡർ ഉണ്ട്.
ഏറ്റവും ഷെഫുമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എക്യുപ്മെന്റ്സ് അതൊന്നും വീടുകളിലൊന്നും കാണാറ് ഞാനിവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോളജ് ഉണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ സോസ് റെഡിയാക്കണം, എല്ലാ സംഭവങ്ങളും അറിയാവുന്ന ഒരു അദ്ദേഹമാണ് ലാലേട്ടൻ.